അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ശകലം ജൈവവളമാണേ. അപ്പോൾ അത് ഞാൻ ഈ ചെടിയുടെ ചുവട്ടിലേക്ക്, ഇതിനകത്ത് 3 ചുവടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് വളം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറി ചെടികൾ ഏതായാലും നമ്മൾ നട്ട് വളർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ എപ്പോഴും നനവും ഈർപ്പവും കിട്ടണം. പക്ഷേ വെള്ളം കെട്ടിക്കിടക്കരുത്. അപ്പോൾ ഇത് കുറച്ച് ഉണങ്ങിയ ഇലകളാണേ. അപ്പം ഞാൻ ഇതുപോലെ ചെടിയുടെ ചുവട്ടിലോട്ട് കുറച്ച് ഉണങ്ങിയ ഇലകളെ ഇട്ട് കൊടുക്കുവാണേ. ഓരോന്നിൻ്റെയും ചുവട്ടിൽ നമുക്ക് വേറെ വേറെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവരുടെ ചുവട് അകന്ന് നിൽക്കുകയും ചെയ്തോളും. അപ്പോൾ അതുപോലെ കുറച്ചെടുത്ത് ഇതിൻ്റെ ചുവട്ടിൽ കൂടെ വെച്ച് കൊടുത്തേ. കണ്ടോ? അതുപോലെ കുറച്ച് ഇവിടെയും കൂടെ വെച്ചു. അപ്പോൾ നമ്മൾ വളവും ഇട്ടു, ഇതുപോലെ ഉണങ്ങിയ ഇലകൾ കൊടുത്തു. അതെന്തിനാണെന്നറിയാമല്ലോ? മൾച്ചിങ്ങിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കള വളരുന്നത് കുറയാനും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഗ്രോ ബാഗിനകത്ത് ഞാൻ വാരി നിറച്ച് വെക്കുന്ന മണ്ണാണേ. അത് കുറച്ച് ഞാൻ ഇവിടേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടിയിലോട്ടൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ മാറ്റി കൊടുക്കാം. കണ്ടോ? ഇതുപോലെ ചെടിയുടെ ചുവട്ടിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പം ഇവിടെ മണ്ണിവിടൊക്കെ വന്ന് കണ്ടോ? ഇതുപോലെ നമുക്ക് മണ്ണിട്ട് ഇവരെ അങ്ങോട്ട് മൂടാം. അപ്പം ഇത് കുറച്ച് ഇവിടെ നമ്മൾ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചില്ലി ജാസ്മിൻ പോട്ടിംഗ് മിക്സ് ഒന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സാണ് ഞാൻ എപ്പോഴും ടെറസിൽ ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ മണ്ണ് നമുക്ക് വാരിക്കൊണ്ട് വരാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. ഇനിയിപ്പം ഈ പണി നമ്മൾ ചെയ്തില്ലേ, അടുത്ത ദിവസത്തെ നമ്മുടെ വീഡിയോയ്ക്ക് കയറുമ്പം ഞാൻ കാണിച്ചു തരാം ഇവർക്കുണ്ടായിരിക്കുന്ന വളർച്ചയിലെ വ്യത്യാസം.